പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ യേശുവും അന്നത്തെ മതവും അല്ലെങ്കിൽ മതസംരക്ഷകരും തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ ഉള്ളടക്കമാണ് പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് വളരെ അടുത്തു നിൽക്കുന്നതും ഇതിൽ നിന്ന് നാം ശ്രദ്ധിക്കുമെങ്കിൽ, മനസ്സിലാക്കാൻ കൂട്ടാക്കുമെങ്കിൽ വലിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്നതുമാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ ഞാൻ വലിയ ആമുഖമൊന്നുമില്ലാതെ അവതരിപ്പിക്കട്ടെ. 4 സുവിശേഷങ്ങളെ ആസ്പദമാക്കി അത് ശ്രദ്ധ വെച്ച് പഠിക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്, യേശുവിന് അന്ന് നിലവിലിരുന്ന മത ആചാരങ്ങളുടെയും മതദർശനത്തിൻ്റെയും അതിൻ്റെ മേൽക്കോയ്മയിൽ സ്ഥിതി ചെയ്യുന്ന ആളുകളുടെ നിലപാടിനെയും പറ്റി പ്രതിഷേധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എതിർപ്പുണ്ടായിരുന്നു. പ്രധാനമായും അത് 2 കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ പ്രധാനമായും അതിന് 2 വശങ്ങളുണ്ട്, മുഖങ്ങളുണ്ട്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 2 പ്രധാനപ്പെട്ട വശങ്ങൾ. ഇത് രണ്ടും സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാമതായി, മതം വളരെ ആത്മാർത്ഥമായി അനുഷ്ഠിക്കുന്ന ആളുകൾ, മത അധികാരത്തിന്മേൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, മതത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്തൊരു യാഥാർത്ഥ്യമോ സാധ്യതയോ ഇല്ലെന്ന് ധരിച്ചിരിക്കുന്നവർ, അവരോട് നീതി ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്ധമായ മത ആശ്രയം കൊണ്ട്, മതത്തെ നമ്മൾ അന്ധമായി ആശ്രയിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ കൂടെ നമുക്ക് നിർവഹിക്കേണ്ട ആത്മീയമായ കടമകൾ മുഴുവനും നിർവഹിച്ചിരിക്കുന്നു എന്ന് ധരിച്ചിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു സമീപനം കൊണ്ട് മനുഷ്യർക്ക് വലിയ നഷ്ടം വരുന്നു. അതെന്താണ്? അവരോട് തന്നെ നീതി ചെയ്യുവാൻ പരാജയപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്, ഇലസ്ട്രേഷനാണ് താലന്തുകളുടെ ഉപമ. യേശു ആ ഉപമ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഉപമ സൃഷ്ടിക്കുന്നതിൽ യേശുവിനെ പ്രേരിപ്പിച്ചത് ഈ ഒരു തിരിച്ചറിവും അതിനെപ്പറ്റി യേശുവിനുണ്ടായിരുന്ന ആധ്യാത്മിക ഭാരവുമാണ്, അല്ലെങ്കിൽ ചിന്താഭാരമാണ്. അവിടെ നാം കാണുന്നത്, ദൈവം എല്ലാവർക്കും താലന്തുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ആ താലന്തുകളെ പല വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. 3 വേലക്കാർ 2 പേർ ഉപയോഗിച്ചു, മൂന്നാമത്തവൻ കൊണ്ട് കുഴിച്ചിട്ടു. മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയ താലന്തുകൾ കുഴിച്ചിടുന്ന ഒരു മേഖലയായിട്ടാണ് ഭൂരിപക്ഷം ആളുകളും, ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് യേശുവിൻ്റെ പക്ഷം. അതുകൊണ്ടാണ് മതത്തിൽ വരുമ്പോൾ കണ്ണടച്ച് വിശ്വസിച്ചു കൊള്ളണം, ഒന്നിനെയും ചോദ്യം ചെയ്യരുത്, ഒന്നിനെപ്പറ്റിയും ചിന്തിക്കരുത്, അന്വേഷിക്കരുത്, വരച്ച വരയ്ക്കപ്പുറത്ത് പോകരുത് എന്ന കട്ടായം പിടിക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. എന്തുകൊണ്ടാണ് യേശു നിങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണമെന്ന് പറയുന്നത്?
അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സാധ്യതകളുടെ പൂർണ്ണത അന്വേഷിക്കുക. അതപ്രകാരമാണ് ചെയ്യേണ്ടത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ വേണ്ടതുപോലെ പൂർണ്ണതോതിൽ ഉപയോഗിച്ച് ആ ലക്ഷ്യം നേടുക. എന്നാൽ നാം നമ്മെ തന്നെ പരിശോധിച്ച് നോക്കൂ. 2000 വർഷം കഴിഞ്ഞല്ലോ. നാം മത ചട്ടക്കൂടിൽ നിൽക്കുമ്പോൾ, മത അനുഷ്ഠാനങ്ങളിൽ അടങ്ങി നിൽക്കുമ്പോൾ, മതത്തിൻ്റെ ഈ നാലുകെട്ടിൽ മാത്രം സ്ഥിതി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ നാലുകെട്ടിൻ്റെ ഉള്ളിലേക്ക് നാം എപ്പോഴും പ്രവേശിച്ച് അതിനകത്തായിരിക്കുന്നിടത്തോളം കാലം നാം നമ്മുടെ ഏത് താലന്താണ് പ്രയോഗിക്കുന്നത്? ഏത് താലന്തിനെ അല്ലെങ്കിൽ ഏത് കഴിവിനെ പറ്റിയാണ് നമുക്ക് ബോധമുള്ളത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു. ഞായറാഴ്ചയാണല്ലോ നമ്മുടെ മതം. ബാക്കിയുള്ള ദിവസങ്ങളിൽ മതമില്ല. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു. പള്ളിക്കകത്ത് കയറിയിരിക്കുന്നു. ആരാധന തുടങ്ങുന്നു. 1.5 മണിക്കൂർ അവിടെ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട എല്ലാ അറിവിൻ്റെയും എല്ലാ പരിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രസംഗിക്കുമ്പോൾ പോലും മെത്രാൻ പ്രസംഗിക്കുമ്പോൾ പോലും നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി ബോധ്യമുള്ളതാണ്. കാരണം തലച്ചോറ് പ്രയോഗിക്കാനുള്ള ഒരു വകയും ഇതിന് ആരാധനാക്രമത്തിലില്ല, പാട്ടിലില്ല, പ്രസംഗത്തിലില്ല, പ്രാർത്ഥനയിലില്ല, അവസാനത്തെ ആമേൻ അതിലുമില്ല. എന്നാൽ ചിന്തോദ്ദീപകമായ ആശയങ്ങളുടെ പാട്ടുകളുണ്ടില്ലെന്നല്ല, പക്ഷെ നാം പാടുമ്പോൾ അതൊന്നും ആലോചിച്ചല്ല പാടുന്നത്. നമുക്ക് അല്പം സത്യമുണ്ടെങ്കിൽ നാം അത് സമ്മതിക്കും. അപ്പോൾ ഇത് മതത്തിൻ്റെ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ, കൂടുതൽ നാം ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ നമ്മുടേതായ സ്വാഭാവികമായ കഴിവുകൾ അസ്തമിച്ചു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, നമ്മളിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകുന്നു, നമുക്ക് നഷ്ടമായിത്തീരുന്നു, അവ വിറങ്ങലിച്ചു പോകുന്നു. ഇതൊരു വലിയ അപകടമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? യേശുവിന് മനസ്സിലായി, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങൾ അന്വേഷിപ്പീൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ യേശു പറയുന്നു, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വിജിലൻസ് എന്ന വാക്കാണ്. വിജിലൻസ്. അപ്പോൾ എപ്പോഴും ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ജാഗരൂകരായിരിപ്പീൻ. നിങ്ങളുടെ മാനസികവും ആത്മീയവുമായ സകല കഴിവുകളുടെയും ആ ഉച്ചകോടിയിൽ നിന്ന് വേണം നിങ്ങൾ എപ്പോഴും ഏത് നിമിഷവും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനും. നിങ്ങളുടെ സാധ്യതകളുടെ പരിപൂർണതയിൽ വേണം നിങ്ങളെപ്പോഴും ഏതു സമയത്തും എവിടെയായാലും എന്തു ചെയ്താലും നിസ്സാരമെന്ന സാധാരണ നാം ധരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ജാഗരൂകരായിരിപ്പീൻ. നിങ്ങളുടെ സകല കഴിവിൻ്റെയും പൂർണ്ണതയിൽ. ഉദാഹരണമായിട്ട് നാം റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് അവിടെ കിടക്കുന്നു, പാമ്പിഴയുന്നു. പെട്ടെന്ന് നമ്മുടെ സർവ ശ്രദ്ധയും അതിൻ്റെ പൂർണ്ണതയിൽ കത്തിജ്വലിക്കും, ഇല്ലേ? അതുപോലെ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളുടെയും പൂർണ്ണതയിൽ നിന്ന് പ്രവർത്തിക്കണം. പൂർണ്ണതയിൽ നിന്ന് വേണം പ്രാർത്ഥിക്കുവാൻ. നമ്മളങ്ങനെയല്ല, ഉറക്കം തൂങ്ങിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. പ്രാർത്ഥനയിൽ പോലും മൂള ഉപയോഗിക്കരുത്. കാരണം ഈ മനുഷ്യന് തലച്ചോറ് തന്നത്, ചിന്തിക്കാനുള്ള കഴിവ് തന്നത് ദൈവമല്ല, സാത്താനാണ് എന്നൊരു ധാരണയിലാണെന്നാണ്. അപ്പോൾ യേശുവിൻ്റെ ദൃഷ്ടിയിൽ മതം കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന 2 പ്രധാനപ്പെട്ട ഇടിവുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അല്ലെങ്കിൽ മോശം അല്ലെങ്കിൽ ബലഹീനത എന്താണ്? ഒന്ന്, അവന് ദൈവം കൊടുത്ത അത്ഭുതകരമായ കഴിവുകൾ ഒന്നും തന്നെ പ്രയോഗിക്കാനുള്ള അവസരമില്ലാതെ അതും ദൈവവുമായുള്ള അവൻ്റെ ബന്ധവുമായ ഒരു സ്പർശനം പോലും ഉണ്ടാകരുത് എന്ന വളരെ അപകടകരമായ ഒരു താരിപ്പിലാണ് മനുഷ്യനെ മതത്തിൽ ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് എന്ന് യേശു മനസ്സിലാക്കി. രണ്ടാമതായി യേശു മനസ്സിലാക്കിയത് അതിനോട് ബന്ധമുള്ളതാണ്. മതത്തിൻ്റെ ചട്ടക്കൂടിൽ മനുഷ്യനാകുമ്പോൾ അവന് അതിന് കൊടുക്കേണ്ട വില, ദൈവദത്തമായ ദൈവം അവന് കനിഞ്ഞു നൽകിയ മഹനീയമായ ഒരു ദാനമുണ്ട്. എന്താണ്? അവൻ്റെ സ്വാതന്ത്ര്യം.
ദൈവം മനുഷ്യനെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അടിത്തറയിലാണ് സൃഷ്ടിച്ചത്. മനുഷ്യത്വത്തിൻ്റെ വേര് സ്വാതന്ത്ര്യത്തിലാണ്. സ്വതന്ത്രനല്ലാത്തവൻ മനുഷ്യനല്ല, അവൻ മൃഗത്തേക്കാൾ മോശമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ മനുഷ്യനാകുമ്പോൾ അവൻ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കരുത് എന്ന വിധത്തിലാണ് ഇതുണ്ടാക്കി വച്ചിരിക്കുന്നത്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം വായിക്കുമെങ്കിൽ യേശു പറയുന്നു, യേശു അന്നത്തെ പുരോഹിതവർഗത്തെ അപലപിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ മനുഷ്യരിൽ നിന്ന് അവരുടെ സ്വാതന്ത്ര്യം അപഹരിക്കുന്നവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിലും അവിടെ വളരെ വ്യക്തമായി യേശു പറയുന്നുണ്ട്, ഞാൻ അടിമകളെ വിടുവിക്കാനായി വന്നു. ആരാണ് ഈ അടിമകൾ? ആരാണ് അവരെ അടിമകളാക്കിയത്? മതമാണ്. മതമെന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ചട്ടക്കൂട്, അതിൻ്റെ അധികാരം വെച്ച് പുലർത്തുന്ന മതപ്രഭുക്കന്മാർ, മതമാടമ്പികൾ, അവരാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയത്. ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കി, പുരോഹിതവർഗം നിങ്ങളെ അടിമകളാക്കി. ഇത് ഞാൻ പറയുന്നതല്ല. പലരും പറയുന്നത് എനിക്ക് പുരോഹിതന്മാരോട് ദേഷ്യമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ല. യേശു പറഞ്ഞ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. സുവിശേഷത്തോട് വിദൂര ബന്ധമുള്ളവർ പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ യേശു പറഞ്ഞത് മാത്രമാണ് ആവർത്തിക്കുന്നതെന്ന് മനസ്സിലാകും. പക്ഷേ വേദപുസ്തകം വായിക്കത്തില്ല, ഞാനത് ചെയ്യാനാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നം നാം മനസ്സിലാക്കണം. ഇതുകൊണ്ട് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ സാരമായ ഇടിവ് സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ അടിമത്തത്തോട് അടിമത്തത്തോട് അതിനോട് വിധേയത്വം പ്രാപിക്കുന്നു. ഹി ബിക്കംസ് അഡിക്റ്റഡ് ടു ഹിസ് ഓൺ സ്ലേവറി, ഹിസ് ഓൺ ബോണ്ടേജ്. അവൻ ഈ ഒരു വ്യവസ്ഥിതിയുടെ ഉള്ളിൽപ്പെട്ട് അതിൻ്റെ അടിമയായി നിൽക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നവൻ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു വ്യവസ്ഥിതി എന്നേക്കുമായി നിലനിന്നു പോകുന്നു. ഇതിൽ അന്തം വരാത്തതിൻ്റെ കാര്യം അതാണ്. ഇതിൽ മാറ്റം വരാത്തതിൻ്റെ കാര്യം എന്താണ്? മനുഷ്യൻ അവൻ പിറക്കുന്ന നാൾ മുതൽ പരിശീലിപ്പിക്കപ്പെടുന്നത് ഈ ഒരു ചട്ടക്കൂടാണ് നിൻ്റെ നിത്യതയുടെ ഉറവിടം, അല്ലെങ്കിൽ നിത്യതയുടെ കളരി, പാഠശാല ഇതാണ്. ഇതിന് അപ്പുറത്ത് പോയാൽ നീ അപകടമാണ്, നീ നരകത്തിൽ പോകും. അതുകൊണ്ട് മനുഷ്യൻ ഈ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ആഴ്ചയിൽ 6 ദിവസം ശരിക്കും തലച്ചോറ് ഉപയോഗിച്ച് മനോഹരമായി വിദഗ്ധമായി ജോലി ചെയ്യുന്ന ആളുകൾ, ചിന്തകന്മാർ, സാംസ്കാരിക നേതാക്കന്മാർ, കോളേജ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, മീഡിയ പീപ്പിൾ, ജഡ്ജസ്, ലോയേഴ്സ്, ഇവിടെ എല്ലാം അവസ്ഥ ഇതാണ്. മതത്തിൽ കയറി കഴിഞ്ഞാൽ തലച്ചോറ് പോയി, പിന്നെ വർക്ക് ചെയ്യത്തില്ല, പിന്നെ ബ്ലാക്ക് ഔട്ടാണ്. മഴക്കാലത്ത് കേരളത്തിലെ ഇലക്ട്രിസിറ്റി സപ്ലൈ പോലെയാണ്, പിന്നെ ബ്ലാക്ക് ഔട്ടാണ്, പിന്നെ അതില്ല, പവറില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഇത് സംഭവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് വല്ല നേട്ടവുമുണ്ടോ? മനുഷ്യൻ അവൻ്റെ തലച്ചോറ് ചിന്തിക്കാനുള്ള കഴിവ്, യുക്തി അനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അവന് കൊടുത്ത ബിരുദ്, ഇതൊന്നും പ്രയോഗിക്കാതെ അവനൊരു പിണമായി ഈ മതമെന്ന് പറയുന്ന ഒരു മേഖലയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ചത്തോ ഇല്ലയോ, ജീവനുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെ ഇങ്ങനെ ഊടാടി നടക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് എന്ത് നേട്ടമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു അങ്ങനെയുള്ള ആളുകൾ, ജനങ്ങൾ, എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ്. അങ്ങനെ ജനത്തിൻ്റെ അവസ്ഥ കണ്ട് നന്നേ ദുഃഖിച്ചിട്ട് ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞിരിക്കുന്നു, അലഞ്ഞും വലഞ്ഞും ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. എത്രമാത്രം വേദന തുളുമ്പി നിൽക്കുന്ന വാക്കുകളാണിവ. അപ്പോൾ ഇതിനെപ്പറ്റി യേശുവിന് വളരെയധികം ചിന്തയും വേദനയും ഉണ്ടായിരുന്നുവെന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല. എനിക്ക് അത്ഭുതമാണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, മനുഷ്യൻ സ്വതന്ത്രനായി ചിന്തിച്ചാൽ, മനുഷ്യനെ അധ്വാനിച്ചാൽ, മനുഷ്യനെ അന്വേഷിച്ചാൽ, മനുഷ്യൻ കണ്ടെത്തിയാൽ എന്ത് അപകടം വരുമെന്നാണ് ഈ പറയുന്നത്. ചില മെത്രാന്മാരുടെയും പുരോഹിതന്മാരുടെയും വായിൽ നിന്ന് വരുന്നത് മാത്രമേ
അവരെക്കാൾ 100 മടങ്ങ് ചിന്താശക്തിയും അറിവും പക്വതയുമുള്ള ആളുകൾ പോലും അവരുടെ വായിൽ നിന്ന് വരുന്നതിനപ്പുറത്തൊന്നും പറയരുത്, ചിന്തിക്കരുത്. അപ്പം അന്ന് യേശു ഇതിനെ എങ്ങനെ കണ്ടു എന്ന് മനസ്സിലാക്കേണ്ടതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയട്ടെ. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യമാകും ഞാൻ ഇതെൻ്റെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ലൈബ്രറിയിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല, എൻ്റെ പോക്കറ്റിൽ നിന്നിട്ട് പറയുന്നതുമല്ല. ഇത് യേശു ചെയ്തതും പറഞ്ഞതും മാത്രം ആശ്രയിച്ചാണ്. അന്ന് യേശു മതത്തെ ശ്രദ്ധിച്ചപ്പോൾ എന്ത് കണ്ടു? ചില ഉദാഹരണങ്ങൾ. അന്നത്തെ യഹൂദന്മാരോട് പറഞ്ഞു, അവരെ ധരിപ്പിച്ചിരുന്ന പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. അത് മോശ കൊടുത്ത നിയമമാണെന്നാണ്. യേശു പറഞ്ഞ അങ്ങനെയല്ല. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണുമാണെങ്കിൽ ലോകത്തിൽ ആർക്കും പല്ലും കാണത്തില്ല, കണ്ണും കാണത്തില്ല. അങ്ങനെ ആകരുത്. എന്നാൽ യേശുവിന് മുൻപ് തലമുറകൾ ഇത് കേട്ട് ഒരിക്കലും ചിന്തിക്കാതെ അങ്ങനെയാണ് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കല്ല്, ഇങ്ങനെയിരുന്നു. എന്നാൽ യേശുവോ ചിന്തിച്ചു, അന്വേഷിച്ചു, ദൈവ വെളിച്ചത്തിന് നിരക്കാത്തതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്. മറ്റൊരു ഉദാഹരണം കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വേശ്യാവൃത്തിയിൽ പിടിച്ചു എന്നാരോപിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ വന്ന് അവളെ നീ കുറ്റം വിധിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ആളുകൾ ആയുധധാരികളായിട്ട് അവിടെ ചുറ്റും നിന്നുകൊണ്ടാണ് പറയുന്നത്, നീ ഇവളോട് എന്ത് ചെയ്യണമെന്ന് പറ. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് അവർ കണ്ടുപിടിച്ചതാണ്? അല്ല, അവർ കേട്ടതാണ്, അവരെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. പരീശന്മാർ, സന്മാർഗബോധത്തിൻ്റെ മോറൽ പോലീസായ പരീശന്മാർ അവരുടെ വായിൽ നിന്ന് കേട്ടതാണ്. അതിൽ ഒരു വ്യക്തി പോലും ഒരു നിമിഷം ചിന്തിക്കത്തില്ല, ഒരു സ്ത്രീയെ ഇങ്ങനെ കല്ലെറിഞ്ഞത് കൊണ്ട് സന്മാർഗബോധത്തിന് എന്ത് കിട്ടാനാണ്, മതത്തിനെന്ത് കിട്ടാനാണ്? ഈ സ്ത്രീ ആരാണ് ഈ ദുരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്? അതിൽ എനിക്കുള്ള പങ്ക് എന്താണ്? എൻ്റെ സമൂഹത്തിനുള്ള പങ്ക് എന്താണ്? വേണ്ട, മതത്തിനുള്ള പങ്ക് എന്താണ്? ആരും ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. കാരണം ചിന്തിച്ചാൽ പോകും, പിടിവിട്ടു പോകും. ചിന്തിച്ചാൽ പുരോഹിതൻ കോപിക്കും. ചിന്തിക്കരുത്. പുരോഹിതൻ പറയുകയാണ് കല്ലെറിഞ്ഞ് കൊല്ലുക, ഉടനെ കല്ലെടുത്തു. ഇതാണ് നമ്മുടെ പരിപാടി. 2000 വർഷം കൊണ്ട് ഒരു മാറ്റവും വന്നില്ല. ഇനി 3-ാം ഉദാഹരണം നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ഒരു സമരിയക്കാരി സ്ത്രീയോട് കുടിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾക്ക് ഷോക്കാണ്, ഇലക്ട്രിക് ഷോക്ക്. എന്താണ്? നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരെ എന്നോടെങ്ങനെയാണ് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത്? അപ്പോൾ അവളോട് അവരുടെ പുരോഹിതൻ പറഞ്ഞു, യഹൂദന് വെള്ളം കൊടുക്കരുത്, കൊടുത്താൽ പോയി. ഇപ്പുറത്ത് യഹൂദൻ്റെ പുരോഹിതനും പറഞ്ഞു, ശമരിയക്കാരനെ കണ്ടാൽ ഓടി രക്ഷപ്പെട്ടോണം, അല്ലെങ്കിൽ അവനെ അടിച്ചോടിക്കണം, അല്ല കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നാൽ ഒരു ശമരിയക്കാരനെ ഇങ്ങനെ വെറുത്തത് കൊണ്ടോ ഒരു യഹൂദനെ ഇങ്ങനെ അകറ്റി നിർത്തിയത് കൊണ്ടോ ദൈവത്തിനെന്ത് ഗുണം? എനിക്കെന്ത് ഗുണം? ഇതിലെന്ത് നീതി? ഇതിലെന്ത് ന്യായം? ആരും ചിന്തിച്ചില്ല. നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു കാടത്തര നിലനിന്നിട്ടും ദൈവത്തിൻ്റെ പേരിൽ പരിശുദ്ധ സ്ഥലത്ത് ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിരുന്നിട്ട് ഒരു വ്യക്തി പോലും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. കാരണം ചിന്തിക്കാൻ സാധ്യമല്ല. മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ തലച്ചോറ് പിണ്ണാക്കായി പോകും. അങ്ങനെയാണ് പരിശീലിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ശബത്ത് നാളിൽ ഒന്നും ചെയ്യരുത്. ശബത്ത് നാളിൽ എന്തെങ്കിലും വന്നൊരു വിശന്നൊരു കതിര് പറിച്ചു വന്നാൽ അയ്യോ പോയി, നരകത്തിൽ പോയി എന്നാണ് പറയുന്നത്. ഇത് എന്നാൽ അങ്ങനെ തന്നെയാണോ? മനുഷ്യൻ മരിച്ചു വീഴുന്നതാണോ നല്ലത്? അതോ അവിടെ നിൽക്കുന്ന കതിര് പറിച്ച് തിന്ന് ജീവൻ രക്ഷിക്കുന്നതാണോ നല്ലത്? ഏതാണ് ആത്മീയമായി നോക്കുമ്പോൾ അർത്ഥവത്തായത് എന്നാരും ചോദിക്കുകയില്ല, ആരും ചിന്തിക്കുകയില്ല. അയ്യോ മെത്രാൻ അങ്ങനെ പറഞ്ഞു, അയ്യോ കത്തനാരങ്ങനെ പറഞ്ഞു, അതിനപ്പുറത്ത് ചെയ്താൽ അവർ പറയുന്നത് എവിടെ നിന്നാണ്? വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞത്, വേദപുസ്തകം അതുപോലെ ദൈവവചനമല്ല. അത് കേട്ട് പലരും ശക്തമായിട്ട് പ്രതികരിച്ചു, എന്നെ അപലപിച്ചു, പ്രതിഷേധിച്ചു, കാറിക്കൂവി. പറയുന്നതിൻ്റെ അർത്ഥം ഉദ്ദേശം മനസ്സിലായില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനത് പറയാൻ കാര്യം,
ലോകത്തിലുള്ള പല ധിക്കാരവും അനീതിയും അക്രമവും നടത്തുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ പുരോഹിത വർഗം ഉപയോഗിച്ചത് മറ്റൊരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളെ ന്യായീകരിച്ച് വെള്ള തേപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത് അവരെ കൊണ്ട് അക്രമം ചെയ്യിക്കാൻ പുരോഹിതവർഗം ഉപയോഗിച്ചത് വചനമാണ് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ ശരീരം എന്ന സഭയെ ഒരു 100,000 കഷ്ണങ്ങളായി മുറിക്കാനായിട്ട് ഉപയോഗിച്ച് ഏറ്റവും വലിയ ദുരുപയോഗം ചെയ്ത ഏറ്റവും വലിയ ഉപാധി വചനമാണ് നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകമാണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനേയും ന്യായീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവചനമെന്ന് നാം പറയുന്ന ഈ വേദപുസ്തകമാണ്. അതെങ്ങനെയാണ് ദൈവവചനമാകുന്നത്? വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുത്തിനെ കൊല്ലാൻ പറഞ്ഞാൽ അവനെ കൊന്നാൽ ദൈവവചനമാകുമോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ശബത്ത് നാൾ, അതുപോലെ തന്നെ കുഷ്ഠരോഗിയെ തൊടരുത്, രക്തസ്രാവക്കാരി സ്ത്രീയെ തൊടരുത്. ഇങ്ങനെ ഇതൊക്കെ ആരും അന്വേഷിച്ച് കണ്ടുപിടിച്ചൊന്നുമല്ല. പുരോഹിതൻ പറഞ്ഞു, ലേവ്യ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് പോകാൻ ഒക്കുമോ? ആരെങ്കിലും ചോദിക്കണ്ടേ? സാറേ, ശാസ്ത്രം ഒത്തിരി മുൻപോട്ട് പോയി, അറിവ് മുൻപോട്ട് പോയി. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ അതുപോലെ ഇപ്പോഴും നിൽക്കണമെന്നാണോ പറയുന്നത്? ഇന്നും ഈ നൂറ്റാണ്ടിലും ഈ ദിവസത്തിലും വാക്സിനേഷനെതിരെ, അത് ദൈവഹിതത്തിനെതിരാണ് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. മറ്റെങ്ങുമല്ല, അമേരിക്കയിലുണ്ട്. ഏറ്റവും പുരോഗമിച്ച രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുണ്ട്. പിന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ കാര്യം പറയണോ? അപ്പോൾ ഇത് ആരും ചിന്തിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്തി എന്നാണ് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ ഈ ഭാഗം വിടാൻ പോകും. ദശാംശം കൊടുക്കണം. ദശാംശം കൊടുക്കണമെന്ന് യേശു പഠിപ്പിച്ചു. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പഠിപ്പിൽ നിങ്ങൾ ദശാംശം കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്? ഇല്ല. ഇതാരാണ് പറഞ്ഞത്? ഇത് പുരോഹിതനാണ് പറഞ്ഞത്. പുരോഹിതൻ പറയുമ്പോൾ ഇങ്ങനെ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം തൊട്ടിതുണ്ട്. പക്ഷേ അതിൻ്റെ കഥ പറഞ്ഞാൽ വിചിത്രമാണ്. അത് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. മറ്റൊരു സമയം ഈ ദശാംശത്തിൻ്റെ കഥ ഞാൻ പറയുന്നതായിരിക്കും. ഇതെല്ലാം വെറും കേട്ടുകേഴ്വിയാണ്. ഈ അന്യരിൽ നിന്ന് കേൾക്കുന്ന കാര്യം ഇപ്പോൾ സാധാരണഗതിയിൽ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ്, അവിടെ ഒരു പശു നിൽക്കുന്നു, നല്ല ആകൃതിയുള്ള പശുവാണ്, ഒത്തിരി പാല് കിട്ടുമെന്നാണ് തോന്നുന്നത്, നീ പോയി അങ്ങ് വാങ്ങിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ ഓടുമോ? നമ്മളതിനെപ്പറ്റി കൂലങ്കഷമായി അന്വേഷിച്ച് അതിനെ കറന്ന് കാണിക്കാൻ പറഞ്ഞ് നമുക്ക് നന്നേ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ രൂപ എണ്ണി കൊടുക്കത്തുള്ളൂ. കേട്ടുകേഴ്വി വെച്ച് നമ്മളാരും ഒന്നും ചെയ്യാറില്ല. ലോകത്ത് ഒരു കപ്പലിന് നമ്മളങ്ങനെ വാങ്ങിക്കത്തില്ലല്ലോ. പിന്നെന്താണ് നിത്യതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ? അപ്പോൾ ഇത് നാം വളരെ 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 വ്യക്തമായി ധരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിബന്ധനകൾ, 100,000 നിബന്ധനകൾ വളരെ ആത്മാർത്ഥമായ അടിമയെപ്പോലെ അനുഷ്ഠിച്ച യഹൂദൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞിരുന്നു, അവൻ നശിച്ചുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെ പരാമർശിച്ച് മതത്തെപ്പറ്റി ഏറ്റവും ആഴത്തിൽ പഠിച്ച ഒരു ദാർശനികൻ, ഫിലോസഫർ ഹെയ്ഗലാണ്. എൻ്റെ അഭിപ്രായത്തിൽ സോഷ്യോളജി ഓഫ് റിലിജ്യൻ, അതിൽ മാക്സ് വെബറിനും എമിൽ ഡർഖൈമിനും എന്ത് സ്ഥാനമുണ്ടോ അതാണ് ഫിലോസഫി ഓഫ് റിലിജ്യനിൽ ഹെയ്ഗലിന് ഞാൻ കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാത്രം ഞാൻ ഉദ്ധരിച്ച് അതിൻ്റെ അർത്ഥമല്പം ഒന്ന് വിശദീകരിച്ച് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. പോസിറ്റിവിറ്റി ഓഫ് ക്രിസ്ത്യൻ റിലിജ്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം, പോസിറ്റിവിറ്റി ഓഫ് ക്രിസ്ത്യൻ റിലിജ്യൻ. ഈ പോസിറ്റിവിറ്റി എന്ന വാക്ക് ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോയാൽ സമയം കൈവിട്ടു പോകും, അത് മറ്റൊരു സമയത്തായിക്കൊള്ളട്ടെ. അതായത് യേശുവിൻ്റെ പഠിപ്പീരിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘടിതമായ മതമുണ്ടായത്, അതാണ് ഈ പോസിറ്റിവിറ്റി എന്ന ആശയം കൊണ്ട് ഏതാണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ അപര്യാപ്തമാണ്. അപ്പോൾ ആ ലേഖനത്തിൽ നിന്ന്, അല്പം ദൈർഘ്യമുള്ള ആ ലേഖനത്തിൽ നിന്ന് ഒരു വാചകം മാത്രം ഞാൻ ഉദ്ധരിക്കുക. അത് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മലയാളത്തിൽ എൻ്റെ ആശയം പങ്കിടാൻ ശ്രമിക്കുകയാണ്. എവ്രി ഡേ, എല്ലാ ദിവസവും
എനിവൺ ക്യാൻ സീ എക്സാമ്പിൾസ്. ആർക്കും ഈ പറയുന്ന അപ്പോൾ പറയുന്നത് പോലെയുള്ള ആളുകളെ ഇഷ്ടം പോലെ കാണാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ ധാരാളം കാണാൻ കഴിയും. എങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കണം. എക്സാമ്പിൾസ് ഓഫ് ഹൗ ഫാർ മെൻ ക്യാൻ റിനൗൺസ് their own native powers and freedom. എന്തിൻ്റെ എക്സാമ്പിളാണ്? മനുഷ്യർ അവർക്ക് ദൈവം കൊടുത്ത കഴിവുകളും ദൈവം അവർക്ക് കൊടുത്ത ഫ്രീഡം, സ്വാതന്ത്ര്യവും എത്ര വലിയ തോതിൽ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാൻ ആളുകൾ എത്രമാത്രം തയ്യാറാകും എന്നതിൻ്റെ അനേക ഉദാഹരണങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഹേഗലിൻ്റെ വാചകങ്ങൾ ഇച്ചിരി ദൈർഘ്യമുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കോംപ്ലിക്കേഷനുള്ളത്, പക്ഷേ സാറിന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അപ്പോൾ എവറി ഡേ you will come across many examples of how far men can renounce their native powers and freedom, how they can submit to a perpetual tutelage. Perpetual tutelage എന്ന് പറഞ്ഞാൽ ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടിമത്തമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചിന്തകളും നമ്മുടെ ചുമതലകളും മറ്റൊരാൾ പറയുന്നതനുസരിച്ച് മാത്രം ചെയ്യുക. പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ആമയം പറഞ്ഞാൽ കുരിശ് വരയ്ക്കാൻ പറഞ്ഞാൽ കുരിശ് വരയ്ക്കും, വരയ്ക്ക് പോകാൻ പറഞ്ഞാൽ വരയ്ക്ക് പുറമടിക്കും, കുറിയലൈസം പറഞ്ഞാൽ കുറിയല. ഇതെന്താണെന്നും അറിയാം. അതാണ് ഈ ട്യൂട്ടലൈൻ. അങ്ങനെ ചെയ്യടാ, അങ്ങനെ ചെയ്തു, അവിടെ പോടാ, അവിടെ പോയി, ഇവിടെ ഇരിക്കുക, ദശാംശം കൊടുക്കടാ, കൊടുത്തു, അവനെ പോയി നമ്മുടെ മതത്തിൻ്റെ സംരക്ഷണത്തിന് അവനെ പോയി അടിക്കടാ, അടിച്ചു. അതാണ് ഈ ട്യൂട്ടലൈൻ എന്ന പരിപാടി. അപ്പോൾ ഹൗ ഫാർ മെൻ ക്യാൻ റിനൗൺസ് ദെയർ ഓൺ നേറ്റീവ് പാസ് ആൻഡ് ഫ്രീഡം. നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ കഴിവുകളും നമ്മൾ പുച്ഛിച്ച് തള്ളിക്കഴിഞ്ഞ് എന്ത് ചെയ്യും? നമ്മൾ പോയി വല്ലവരുടെ അടിമകളാകും. സബ്മിറ്റ് ടു എ പെർപെച്വൽ ട്യൂട്ടൽ. ഇത് അവസാനിക്കാത്ത ബൗദ്ധികമായ ആത്മീയമായ അടിമത്തമാണ്. വിത്ത് സച്ച് വില്ലിങ്നെസ്, വളരെ സന്തോഷത്തോടെ നന്ദിയോടെ, അയ്യോ എന്നെ അടിമയാക്കിയത് സന്തോഷം, എൻ്റെ തലയിൽ കയറിയിരുന്നാട്ടെ എന്ന് പറഞ്ഞ് വിത്ത് സച്ച് വില്ലിങ്നെസ് ദാറ്റ് ദെയർ അറ്റാച്ച്മെൻറ്റ് ടു ദെയർ ഫെറ്റേഴ്സ്. അവർക്കുള്ള ഈ വിലങ്ങില്ലേ, ഈ മതം അവർക്ക് കൊടുക്കുന്ന വിലങ്ങാണ് എന്നാണ് പറയുന്നത്. ദെയർ അറ്റാച്ച്മെൻറ്റ് ടു ദെയർ ഫെറ്റേഴ്സ്, അറ്റാച്ച്മെൻറ്റ് ടു ദ ഫെറ്റേഴ്സ് ദേ പ്ലേസ് ഓൺ റീസൺ. അങ്ങനെ തങ്ങളെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അടിമയാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവർക്ക് ദൈവം കൊടുത്ത ചിന്താശക്തിയുടെ മേൽ കടിഞ്ഞാണിടണം, അല്ലെങ്കിൽ ചങ്ങലയിടണം. സോ അറ്റാച്ച്മെൻറ്റ് ടു ദ ഫെറ്റേഴ്സ് ദേ പ്ലേസ്, അതാരാണ്? അവർ തന്നെയാണ് ഇടുന്നത്. എന്നിട്ട് അതിനോട് അങ്ങ് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അയ്യോ എൻ്റെ ചങ്ങല ആരും പൊട്ടിച്ചുകൊണ്ട് പോകല്ലേ, ഈ ചങ്ങല പോയാൽ എൻ്റെ പിടിവിട്ട് പോകുമേ, ഞാൻ ആകപ്പാടെ ബോധം കേട്ട് പോകുമേ. അതായത് എന്തോ ചങ്ങലയാണ്? യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുവാനുള്ള എൻ്റെ കഴിവിൻ്റെ മേൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന ചങ്ങല. അത് അയ്യോ പൊട്ടിച്ചുകൊണ്ട് പോകല്ലേ, അത് പോയാൽ എൻ്റെ അടപ്പിളകുമേ എന്നും പറഞ്ഞ് ഇരിക്കുമെന്ന്. അപ്പോൾ അതിനോട് നമുക്കുള്ള പ്രേമം, ആ ചങ്ങല എത്രമാത്രം ഭാരമുള്ളതാണോ അതുപോലെ നമ്മുടെ പ്രേമവും അതിനോട് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇതിന് ഇംഗ്ലീഷ് മാത്രം വായിക്കാൻ പോവുകയാണ്. യു വിൽ ഗെറ്റ് ദ മീനിങ്. എവറി ഡേ one can see examples of how far men can renounce their own native powers and freedom, how they can submit to a perpetual tutelage with such willingness that their attachment to the fetters they place on reason is all the greater the heavier these fetters are. Beautiful. ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നാം പരിപൂർണമായി സംബന്ധിച്ചിട്ടാണ് മതത്തിൻ്റെ പേരിൽ നമ്മളെ മറ്റുള്ളവർ അടിമകളാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യനെ മതത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ യേശു ലോകത്തിൽ വന്നത് എന്ന് ക്രിസ്ത്യാനി ഇന്നുവരെ മനസ്സിലാക്കിയിട്ടില്ല. യേശു നമ്മളെ വിടുവിക്കാൻ വന്നു. എന്തിൽ നിന്ന് വിടുവിക്കാനാണ്? ഒരു പിടിയുമില്ല. യേശു എൻ്റെ രക്ഷകനാണ്, രക്ഷകൻ. സഹോദരി, നിന്നെ എന്തിൽ നിന്നാണ് രക്ഷിച്ചത്? നിന്നെ യേശു രക്ഷിക്കുന്ന മതത്തിൽ നിന്നാണ് എന്നിന്നുവരെ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് മനുഷ്യനെ മതത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത്? മതത്തിൽ നിന്ന് വിടുവിക്കാത്ത, മതത്തിൻ്റെ കെട്ടഴിക്കാതെ മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ സാധ്യമല്ല. യേശുവിൻ്റെ ദൗത്യം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുകയും മനുഷ്യൻ ദൈവവുമായുള്ള കൂട്ടായ്മ
സ്ഥാപിക്കുകയുമാണ്. അതൊരു കാലത്തും സാധിക്കാത്ത വിധത്തിലാണ് മതം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് മതവുമായിക്കൊള്ളട്ടെ, അത് യേശു മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾ ഈ 4 സുവിശേഷങ്ങളും വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ വായിക്കണം. യേശു എപ്പോഴും വളരെ വ്യക്തമായി മനസ്സിലാക്കിയതും വളരെ ശക്തിയോടുകൂടെ എതിർത്തതുമായ കാര്യം, മനുഷ്യനെ പ്രകാരം ദൈവത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ അടിമയായി പിടിച്ചിട്ടിരിക്കുന്നു. അവൻ സ്വതന്ത്രനായി ജീവിക്കാൻ ദൈവം വിഭാവന ചെയ്തതാണ്. എൻ്റെ ജനത്തെ സ്വതന്ത്രരായി വിടൂ, ലെറ്റ് മൈ പീപ്പിൾ ഗോ ഫ്രീ. ആ വിടുതലാണ് യേശു ഉദ്ദേശിച്ചത്. ബദ്ധിതരെ വിടുവിക്കാൻ വന്നു. നാം എല്ലാവരും ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ മതത്തിൻ്റെ ഉള്ളിൽ ബദ്ധിതരാണ്. തലച്ചോറ് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവർ, ചിന്തിക്കുവാൻ, മനുഷ്യരെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, കള്ളൻ പറഞ്ഞാൽ കള്ളമാണെന്നും സത്യം പറഞ്ഞാൽ സത്യമാണെന്നും തിരിച്ചറിയാൻ പോലും അവകാശമില്ലാത്തവർ, സ്വാതന്ത്ര്യം പ്രയോഗിക്കുവാൻ, അതിനനുസരിച്ച് ഒരു നിലപാടെടുക്കുവാൻ, സത്യം തിരിച്ചറിയുവാൻ, നീതി പ്രവർത്തിക്കുവാൻ അനുവാദമില്ലാത്തവർ. ഹെഗലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം മനഃപൂർവ്വം വളരെ സന്തോഷത്തോടെ നന്ദിയോടെ അസ്തമിക്കാത്ത ഒരടിമത്വത്തെ അങ്ങ് നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. We have gladly submitted ourselves to a perpetual tutelage എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനോഹരമാണ്, എന്നാൽ മർമ്മഭേദകമാണ്. ഇതിനെപ്പറ്റി നമുക്കൊരു ചിന്തയുണ്ടാകണം. കാരണം നാം ഇന്ന് വരെ പ്രാപിച്ചിരിക്കുന്ന താരിപ്പ് ഇതിന് ഘടകവിരുദ്ധമാണ്. വാസ്തവത്തിൽ സഭാജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും, ഇത് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അനുസരിച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. യേശുവിന് സ്ഥാനമില്ല. അത് ലൗദോക്യ സഭയുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടതാണ്. അവൻ വെളിയിൽ നിൽക്കുന്നു, അകത്ത് കടക്കാൻ അനുവാദമില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണ് തുറക്കാത്തതെന്ന് എനിക്ക് അത്ഭുതമാണ്. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക. യേശു മതത്തെ നോക്കിയപ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായും കണ്ടു. അതിലവിടുന്ന് ദുഃഖിച്ചു. എന്താണ്? മനുഷ്യന് ദൈവം നൽകിയ കഴിവുകൾ അതിൻ്റെ ഒരു അംശം പോലും ഉപയോഗിക്കുവാൻ അനുവാദമില്ലാത്ത, സാധ്യതയില്ലാത്ത ഒരിടമാണ് മതം. 2, മനുഷ്യന് ദൈവം നൽകിയ സ്വാതന്ത്ര്യം പരിപൂർണമായി അതായത് ഇല്ലാതാക്കപ്പെടുന്ന, മനുഷ്യൻ അടിമയായി തീർന്ന, എന്നാൽ അവൻ്റെ അടിമത്വം അവൻ്റെ വലിയ നേട്ടമാണെന്ന് തെറ്റിദ്ധരിക്കുവാൻ ഇടയുള്ള അപകടം നിറഞ്ഞൊരു സ്ഥലമാണിത് എന്നുമാണ് യേശു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് 4 സുവിശേഷങ്ങളിൽ വായിച്ചതിൽ നിന്ന് മാത്രം എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതിന് ഉപോത്ബലമായി ഞാൻ ഹെഗലിൻ്റെ ഒരു സെൻറ്റൻസ് വായിച്ചു. കാരണം അല്ലെങ്കിൽ എല്ലാവരും പറയും ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയും. അതുകൊണ്ട് മാത്രമാണ് ഇത് ഹെഗലിൻ്റെയോ ഡർഖൈമിൻ്റെയോ മാക്സ് വെബറിൻ്റെയോ ഏർണസ്റ്റ് റോൾഷിൻ്റെയോ ഒന്നും ആവശ്യമില്ല. യേശുവിൻ്റെ പഠിപ്പീരുകൾ നിങ്ങൾ വായിച്ചാൽ ഇത് മുഴുവൻ മനസ്സിലാകാവുന്ന കാര്യമാണ്. വളരെ ലളിതമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണ ബുദ്ധിയോടെ വായിച്ചില്ലെങ്കിൽ, മുഖമില്ലാത്ത മനസ്സുകൊണ്ട് വായിച്ചില്ലെങ്കിൽ എന്ത് മനസ്സിലാകാനാണ്? ദയവായി നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രം ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്.